ഇടുക്കി ആനച്ചാലിൽ അനധികൃതമായി നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജിന് സ്റ്റോപ്പ് മെമ്മോ അനുമതിയില്ലാതെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് കണ്ടെത്തിയതോടെയാണ് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, ഇത് ആരാണ് ഈ ഒരു അനുമതിയുമില്ലാതെ ഇതൊക്കെ ഇങ്ങനെ നിർമ്മിച്ചു കൂട്ടുന്ന ആരാണ് രാഹുൽ? ഉന്മേഷ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനച്ചാലിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജ് പ്രവർത്തനം തുടങ്ങിയത്. ഇത് 2025 മാർച്ചിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിന് ആദ്യത്തെ സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത്. അതുമുതൽ തന്നെ ഇത് അവഗണിച്ചുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ പ്രാദേശികമായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പേരുവിവരങ്ങൾ വരും വഴിയെ ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. എന്തായാലും 3 സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അത് പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അതിനുശേഷം ഇന്നലെ അതിന്റെ ഉദ്ഘാടനമായിരുന്നു. ഉടുമ്പൻചോല MLA MM മണിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ MLA അടക്കമുള്ള ആളുകളൊന്നും അവിടെ എത്തുകയും ചെയ്തിരുന്നില്ല. എന്തായാലും ഇന്നലെ പ്രവർത്തനം തുടങ്ങി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഈ പള്ളിവാസൽ പഞ്ചായത്ത് റെഡ് സോണിൽ പെടുന്ന സ്ഥലത്താണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ലാത്തതാണ്. JCB ഉപയോഗിച്ചുകൂടെ മണ്ണ് മാറ്റി, അതുപോലെ തന്നെ പാറ പുറമ്പോക്കാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം എന്നുള്ളതാണ് പ്രധാനമായും ഈ സ്റ്റോപ്പ് മെമ്മോയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പുകാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം തുടർന്നാൽ തീർച്ചയായിട്ടും ക്രിമിനൽ കേസ് എടുക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. അത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന് ഒരു നിർമ്മാണം നിരോധനം കൊടുത്തില്ല എന്നുള്ളത്. അങ്ങനെയല്ല, ആദ്യം മുതൽ തന്നെ ഇതിന്റെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ റവന്യൂ വകുപ്പ് അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതാണ്. അത് അവഗണിച്ചുകൊണ്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയതിനു ശേഷമല്ല ഏതെങ്കിലും തരത്തിൽ ജില്ലാ കളക്ടർ ഇതിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും അനധികൃതമായിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം അവിടെ തുടങ്ങിയത്. ഇത്തരത്തിൽ ആനച്ചാൽ മേഖലയിൽ വ്യാപകമായിട്ട് അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനുമതിയോ ഇതിനുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഉന്മേഷ്, ശരി. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.